ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് ഗുരുവായൂർ കുന്നംകുളം മേഖലയിലെ റോഡ് സൈഡിൽ ആർത്താറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ റോഡ് സൈഡിലുള്ള കരിങ്കല്ലിൻ്റെ വിസ്മയമാണ്. പ്രതിമകൾ, കരിങ്കൽ പ്രതിമകൾ, കരിങ്കല്ലിൻ്റെ വിളക്കുകൾ, ബുദ്ധൻ്റെ പ്രതിമകൾ, അതുപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും, കരിങ്കല്ലിൻ്റെ വിളക്കുകൾ, ഗണപതിയുടെ വിഗ്രഹങ്ങൾ, അങ്ങനെ ഒരുവിധമുള്ള എല്ലാ വിഗ്രഹങ്ങളും കലാരൂപങ്ങളും ഇവിടെ ഉണ്ട്. ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് പണിയുന്നുണ്ട്. ഒരുപാട് തവണ ഞാനിത് കണ്ടിട്ടുണ്ട് ഗുരുവായൂർക്ക് പോകുമ്പോൾ. പക്ഷെ അന്നൊന്നും ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഗുരുവായൂർ പോയി വരുന്ന വഴിക്ക് എൻ്റെ ഫോണിലേക്ക് പകർത്തിയതാണ്. ഇവിടെ നിന്ന് അമ്പലങ്ങളിലേക്കും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠയ്ക്കായി കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിലേക്കും കൊണ്ടുപോകാറുണ്ട് ഓർഡറിനനുസരിച്ച്. ഒന്നും പറയാനില്ല, ഹൈ ക്വാളിറ്റി കലാകാരന്മാരാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ഇവർ ഓരോന്നും ചെയ്തിരിക്കുന്നത്. വീട്ടിലേക്കുള്ള തവികൾ, തുളസിത്തറകൾ ഒക്കെ കരിങ്കല്ലിലാണ്. ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹങ്ങൾ. കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂർക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ആർത്താറ്റ് എന്ന സ്ഥലത്താണ്. ഇതൊരു നരസിംഹമൂർത്തിയുടെ ഒരു വിഗ്രഹമാണെന്ന് തോന്നുന്നു. ഹൈ ക്വാളിറ്റിയിലുള്ള വർക്കുകളാണ്. നാഗങ്ങളുടെ കരിങ്കല്ലിൻ്റെ ശില്പങ്ങൾ. പണ്ടൊക്കെ ഈ ഉളി കൊണ്ടാണ് നിർമ്മാണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ കല്ല് കട്ടിയാനുള്ള മെഷീൻ, മോഡേൺ മെഷീൻ, ഡ്രില്ലിങ് മെഷീൻ, അതുപോലത്തുള്ള മെഷീനെ കൊണ്ടൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ആയാസമുണ്ട് ഇവർക്ക് ചെയ്യാൻ. എന്നാൽ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് ഉള്ള പ്രതിഫലം കിട്ടുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. ഇത് കാണാൻ തന്നെ നമുക്കൊരു ഭയങ്കര കണ്ണിനൊരു കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ്. വിസ്മയം തന്നെ എന്ന് നമുക്ക് പറയാം ഇതിനെ. ഒരു 4-5 ഷെഡ് കെട്ടിയിട്ട് ഇതുപോലെ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ ആൾക്കാർ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യുക. ഇതൊരു തുളസിത്തറയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കരികല്ല് കൊണ്ട്. വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനു മുന്നേ ഇത് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ട വീഡിയോ ആണ്. എന്നാലും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഇവരുടെ വീഡിയോ ഒക്കെ ഒന്ന് നിങ്ങളതിനൊക്കെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ച് ചെയ്യാണ്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, വീഡിയോ കാണണം. ഇതൊരു ദേവിയുടെ ഈ വിഗ്രഹമാണ്. ദേവീദേവന്മാർക്കൊക്കെ വിഗ്രഹത്തിന് കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാഗങ്ങൾ, ഒരുപാട് നാഗങ്ങളെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഗണപതിയുടെ ഒരു വിഗ്രഹം കാണാം, നാഗങ്ങളുടെ വിഗ്രഹം കാണാം. എല്ലാം ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു. ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം കാണാം. ഒരു ഭദ്രകാളിയുടെ വിഗ്രഹമാണെന്ന് തോന്നുന്നു. ചെറിയ കുടിലുകൾ കെട്ടിയിട്ട് ടാർപ്പായ മേഞ്ഞിട്ടാണ് കേട്ടോ ഇവരുടെ നിർമ്മാണം ഇവിടെ നടക്കുന്നത്. കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂർക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ആർത്താറ്റ് എന്ന് പറഞ്ഞ സ്പോട്ടാണ് ശരിക്കും ഉള്ളത്. ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. മോഡൽ മെഷീൻ കൊണ്ട് മോഡൽ ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം.